ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ. ഇതെന്താ അറിയോ? അടിപൊളി വൈബ് സ്പോട്ടായിരുന്നു. ഇവിടെ വിളിച്ചു കേട്ടോ. നല്ല ക്ലീൻ വെള്ളം. വൈകിട്ട് വരെ അന്യായ ഇവിടെ രാത്രി ആയപ്പോൾ അന്യായ തണുപ്പ്. ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ. അങ്ങനെ നമ്മൾ എവിടുന്ന സുള്ളിയത്തു നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിക്കാട്ടോ. അതായത് മടികേരി പൊയ്ക്കൊണ്ടിരിക്കും. അത് ഇവിടെ ഒരു സ്പോട്ട് കണ്ട. അങ്ങനെ നൈസിന് ഡ്രസ്സൊക്കെ അലക്കി സെറ്റായിട്ട് കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് കയറിയതാ. 1 2 3 സൈക്കിൾ. അങ്ങനെ നമ്മൾ പോരാ. ഇതാട്ടോ സ്പോട്ട്. പൊളി സ്പോട്ടായിരുന്നു. പൊളി. ഒരു ചെറിയൊരു ചാല്. നല്ല ആംബിയൻസ് ആട്ടോ. ഫുള്ള് കാട്, നല്ല തണലും വെള്ളത്തിലൊക്കെ നല്ല തണുപ്പും. കളിയൂഞ്ഞാലിലെ കള്ളിബലാന്തേനെ മാഞ്ഞ് കീഞ്ഞ് പാഞ്ഞ് പോയ കാലമേ. ഈ ഇതിനകത്ത് മീനൊക്കെ ഭയങ്കര മസിലായിരിക്കും ഇല്ലടാ. അല്ലേ എന്നും എക്സസൈസ് ചെയ്യില്ലേ, നീന്തല്ലയോ? അപ്പൊ ഞങ്ങൾ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുട്ടയ്ക്കകത്ത് വെള്ളം വീഴുമ്പോ കോരി ശരി ഇതില്ല. അലക്ക്. അങ്ങനെ ഞങ്ങൾ നീരാടുകയാണ് ഗൈസ്. നമ്മുടെ സുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ഇല്ലയോ? 20 കിലോമീറ്റർ ഇല്ലയോ മടികേരിക്ക്? അതായത് കൊടക്. ഹെൽമെറ്റ് അത് തിരിച്ചു വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇതാട്ടോ വിളിച്ചേ. അതാ അങ്ങനെ ഞങ്ങളുടെ സ്മെല്ലൊക്കെ പോയി. ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വീണ്ടും മടികേരിയിലേക്ക് പോകാൻ പോവുക. ഇങ്ങനെ നാം എവരും ആകാംക്ഷഭരിതരായിരുന്ന കാത്തിരുന്ന ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി വൈബ് സ്പോട്ടായിരുന്നു. ഇവിടെ വിളിച്ചു കേട്ടോ. ക്ലീൻ വെള്ളം. എന്തുവാ നിനക്ക് വേണ്ടേ? ഇപ്പൊ നമുക്ക് പോവാം. വാ. ഓ ചെല്ല്. പുഴയും താണ്ടി പുണിതമാനത് ഇല്ലടാ. ഏത് ബാക്കിരിക്കുന്നേ? അതല്ല, അങ്ങനെ കയറ്റാൻ പറ്റും. എന്നിട്ട് ഞാൻ കയറി പോയിട്ട് ഏത് ഓക്കെ. കേറിക്കോ. ബാഗ് വെച്ചിട്ടോ, ഇല്ലെങ്കിൽ സൈക്കിളിന്റെ വെയിറ്റും ബാഗിന്റെ വെയിറ്റും എല്ലാം കൂടി ചുമക്കേണ്ടി വരും. വന്നപ്പോ ഉള്ള ആവേശം ഒന്നും തിരിച്ചു വന്നിരുന്നില്ലല്ലോടെ. ആ കാണുന്ന കുഴിയിലായിരുന്നു നമ്മുടെ സൈക്കിള്. ഓക്കെ, എല്ലാം പറക്കി വെക്കാം. ഇതിവിടെ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ സുള്ളിയൊക്കെ കഴിഞ്ഞ് മൈസൂർ റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. മടികേരിക്കാണ്. ഭയങ്കര കയറ്റമാണ്. പക്ഷെ സൈഡൊക്കെ നല്ല. എത്ര 20 കിലോമീറ്റർ നീ ഇവിടുന്ന് മടികേരി എത്താൻ 20 കിലോമീറ്റർ ഉണ്ട്. മറ്റവനെന്തേടാ ആനന്ദൻ കൂടെടുത്തുണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇല്ല എനിക്ക് നല്ല മൂടാന്ന് പറഞ്ഞ് കയറിപ്പോയതാ. അപ്പോൾ എവിടെയെങ്കിലും അണഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, നോക്കാം. ഇതെന്താ അറിയോ? ഫോണാണോ? ചെറിയ ഫോൺ, കൊച്ചു. നിനക്കുണ്ടോ സൈക്കിള്? മടികേരി എത്താൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉള്ളു. എങ്ങനെയുണ്ടാ കയറ്റം? അതാ, അതായത് സുള്ളി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 25 കിലോമീറ്റർ കണ്ടിന്യൂസ് കയറ്റം കേട്ടോ. ഇല്ല, ഇറക്കമെന്ന് പറയുന്ന സാധനമില്ല, സ്ട്രെയിറ്റ് റോഡില്ല, ഒന്നുമില്ല. ഓരോ 2 കിലോമീറ്ററും 3 കിലോമീറ്റർ കൂടുമ്പോഴും റെസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ കൊടക് സിറ്റിയിലെത്തി. അങ്ങനെ കൊടക് സിറ്റിയിലെത്തി കേട്ടോ. ഇതാണ് കൊടക് സിറ്റി. കൊടക് സിറ്റി എന്ന് പറഞ്ഞാൽ മടികേരി എന്ന് പറയുന്ന സ്ഥലമാണ്. മടികേരി ഇവിടെ ഈ കൂർഗിൽ ഏറ്റവും കാണാൻ ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ് മടികേരി. ഇല്ല, അവന്മാരങ്ങ് പോയി. നോക്കട്ടെ. അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ അടിക്കുക അല്ലേ? എന്താ മടികേരിയെ പറ്റി അഭിപ്രായം? സുന്ദര കേരകീല ഭൂമി. വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ല, മഞ്ഞുണ്ട്, മഴയും. അതാ വാ നോക്കാം, എന്തേലും വഴി വെപ്പിക്കാം. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോയി ടെൻ്റ് അടിക്കാനുള്ള വഴി നോക്കട്ടെ. ഈ പുകഞ്ഞ് നിൽക്കുന്നുണ്ടോ? ഇത് ഫുള്ള് കോടയാണ് ഗായ്സ്. അന്യായ തണുപ്പാണ്. വൈകിട്ട് വരെ അന്യായ, ഇവിടെ രാത്രിയായപ്പോൾ അന്യായ തണുപ്പ്. എന്താ അല്ലേ, കൂർഗാണ് കൂടി, കൂർഗ്. ആണ്ട് റോഡിലൊക്കെ കോട ഇറങ്ങി വന്നു. ആണ്ട എൻ്റെ മോനെ, വിഷയം എന്ന് പറഞ്ഞാൽ പോരാ, വിഷയ കടലെന്നും പറഞ്ഞാൽ പോരാ, വിഷയ കൊടുങ്കാറ്റ്. അങ്ങനെ ഇവിടെ പുറത്തൊക്കെ നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ്. അങ്ങനെ ഞങ്ങൾ കൂർഗിലത്തെ ഫസ്റ്റ് ഡേ ആട്ടോ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം ഇവിടെ താഴോട്ട് ഫുള്ള് ക്ലൗഡ് ബെഡ്, കാണാനേ പറ്റുന്നില്ല. എന്നിട്ട് രാത്രി വന്നപ്പോഴത്തേക്ക് പുറത്ത് ഫുള്ള് ഹിൽ സ്റ്റേഷനായിരുന്നു. ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് ക്ലൗഡി, ഒന്നും കാണാൻ പറ്റുന്നില്ല.
ഇത്രയും മണ്ണ എൻ്റെ പോരെ എന്താ സംഭവം? ഇതാട്ടോ, ഇവനാണ് ഞാൻ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ലവനാണ് നടൻ. ആയതിനാൽ ക്ലൗഡൊക്കെ കുറഞ്ഞു വരുന്നടാ, സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇറങ്ങിയാലോ നമുക്ക്? ഓക്കെ, പോവാ.
കനായിൽ വന്ന് വന്ന് പോറ ദാനത്തിൽ സെഞ്ചു വെച്ച തേര. ഇതാണ് കേട്ടോ കൂർഗ്. ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോടാ അഖിലേ, ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ കൂർഗിലെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാൻ വെള്ളമില്ല, നമുക്ക് സ്പൂൺ വരും കഴിക്കാൻ. കഴിച്ചു കഴിഞ്ഞാൽ വായും തുറച്ചാൽ പോക്കോണം, വാഴുവാൻ ആശ്വസിക്കുന്നില്ല. അതാ ഒരു ഗ്ലാസ് വെള്ളം തരും, അത് കവളിൽ വെച്ചുകൊണ്ട് വെളിയിൽ പോയി തുപ്പിക്കളയണം. അതും കടയുടെ ഫ്രണ്ടിനെ കാണാൻ തുപ്പിക്കഴിഞ്ഞാൽ അവരാട്ടും. നമ്മളാരും കണ്ട കൂർഗിൻ്റെ മുഖമല്ല കാഴ്ചത്. ഇത് കൂർഗിൻ്റെ മറ്റൊരു മുഖമാണ്, ചുരുളഴിയാത്ത രഹസ്യം.